ഞാൻ ഏതെങ്കിലും വീഡിയോസ് റിപ്പീറ്റ് ആക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞേക്കണം. കാരണം ചിലപ്പം ഈ ആഡ് ചെയ്യുമ്പോൾ തിരിഞ്ഞു പോകുന്നതൊക്കെ കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്. നേരത്തെ കിടന്ന് ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യാതൊക്കെ കയറി പെട്ടെന്നൊക്കെ ആയിരിക്കും നെറ്റിൻ്റെ ഇതൊക്കെ വരുമ്പോഴേ തിരക്കിട്ടാണ് ഞാനതൊക്കെ ചെയ്യുന്നത്. ചിലപ്പോൾ അങ്ങ് മാറിപ്പോവും. ചിലപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും കുഞ്ഞ് താഴെ നിന്ന് എന്നെ വിളിക്കുന്നതിന് എന്തെങ്കിലും. അപ്പോൾ അങ്ങോട്ട് ശ്രദ്ധ പോകുമ്പോഴൊക്കെ സംഭവിക്കുന്നതാണ്. സോറി. അപ്പോൾ എന്തെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് പറഞ്ഞതുപോലെ പറഞ്ഞു തരണേ. അപ്പോൾ ഞാനതിനനുസരിച്ച് ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ഇത് ഞാൻ പറയാൻ പോകുന്നത് എല്ലാവരും കേട്ടോ, പൂവാലന്മാർ എന്ന് പറഞ്ഞ് ഒരു ആൾക്കാരിങ്ങനെ മാറ്റം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്? എനിക്ക് പക്ഷേ മറ്റുള്ളവരെ ഹർട്ട് ചെയ്യാൻ, അത് ഒരുപാട് വിഷമിപ്പിക്കാത്ത തരത്തിലുള്ള കമൻറ്റുകളൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന എനിക്കതിലൊക്കെ സന്തോഷമാണ്. എനിക്കത് അതായത് നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളെക്കുറിച്ച് ചിലർ കണ്ടിട്ടില്ലേ ഇങ്ങനെ. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുകയാണ്. അപ്പോൾ ഞാനെൻ്റെ അപ്പച്ചയുടെ വീട്ടിൽ നിന്നാണ് വിളിച്ചത്. അപ്പം ഇങ്ങനെ പോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. അതാണ് ഞാൻ പറയാനിങ്ങനെ മടിക്കുന്നത്. നമ്മുടെ ഒരു പാലത്തെ കൂടി നടന്നു പോകും. അപ്പോൾ രണ്ട് സൈഡിൽ ഇഷ്ടംപോലെ ആളുകൾ കാണും. അപ്പം ഇങ്ങനെ ഓരോരോ പാട്ടൊക്കെ പാടും, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ കളിയാക്കി പറയും. നമ്മളപ്പം ഇച്ചിരി അവരുടെ മുന്നേ വെച്ച് ചിരിക്കാൻ പാടില്ലല്ലോ. ചിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്കതൊരു ഇതാവുമല്ലോ. എന്നിട്ട് ഞാനിങ്ങനെ പിടിച്ച് വെക്കും ചിരി. എന്നിട്ട് അങ്ങോട്ട് മാറുമ്പോൾ പിന്നെ നമ്മുടെ മുഖം കാണുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് ചിരിക്കാനുള്ള ഒരു ഇതാണ്. അപ്പോൾ നമ്മുടെ മനസ്സ് തുറന്നൊക്കെ ചിരിക്കാനുള്ളൊരു സന്ദർഭം കൂടാണ്. അതുകൊണ്ട് അങ്ങനെ പൂവാലന്മാർ എന്ന് വിളിക്കണോ എന്നൊക്കെ എനിക്കിടയ്ക്ക് തോന്നാറുണ്ട്. കാരണം അവരുടെ തമാശകൾ മിക്കവാറും എല്ലാവരും ആസ്വദിക്കുന്നതാണ്. ഡെയിലി നമ്മളവരെ കാണുന്നു, ഒരു ദിവസം കാണാതിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീലൊക്കെ തോന്നാറുണ്ട്. അപ്പം അതൊരു എന്താ പറയുക, അങ്ങനെ ഒരു പേര് വിളിച്ച് വേണ്ട. പിന്നെ ചിലരുണ്ട് ഇപ്പം കണ്ടിട്ടില്ലേ, ഇഷ്ടമൊക്കെ പറഞ്ഞിട്ട് അതിനെ വേണ്ടാന്ന് വയ്ക്കുകയാണെങ്കിൽ ആസിഡ് ഒഴിക്കുക, കുത്തുക, കൊല്ലുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതൊന്നും ഒരിക്കലും അംഗീകരിക്കില്ല. പക്ഷേ പണ്ട് കാലത്ത് ഇങ്ങനെയൊന്നും അല്ലല്ലോ. ഈ ആസിഡ് പ്രയോഗവും കുത്തലോ കൊല്ലലോ ഒന്നുമില്ലല്ലോ. കുറച്ചുകൂടെ ലളിതമായിട്ടുള്ള പ്രണയത്തിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണല്ലോ നടക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടം എന്തായാലും നല്ലത് തന്നെയാണ്. ഏറ്റവും രസകരമായ ഒരു കാലഘട്ടമാണ് കോളേജ് ലൈഫ്, അല്ലെങ്കിൽ ആ ഒരു ടീനേജും കഴിഞ്ഞിട്ടുള്ള പ്രായവും അല്ലേ, വിവാഹത്തിന് മുമ്പ് വരെയുള്ള ഒരു കാലഘട്ടം. ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഭയങ്കരമായിട്ട് മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു സമയം തന്നെയാണ്. പൂവാലന്മാർ എന്ന് വിളിക്കുന്നതിൽ എനിക്ക് ഒരു പൂർണ്ണമായിട്ടുള്ളൊരു യോജിപ്പില്ല. എന്താണ് ഈ പൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അതുകൊണ്ട് ഞാനതൊക്കെ നല്ല എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അവരവർ പറയട്ടെ, നമ്മളതിനെ ഒരു തമാശയിലൂടെ കണ്ടാലോ ഒരു കുഴപ്പമില്ലല്ലോ. ശരിയല്ലേ?